ഹലോ എവരിവൺ, ഞാൻ ഗൗരി നന്ദ. ഫോർ എജ് ബൈ ഗൗരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ പോവുകയാണല്ലേ. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. സ്വാതന്ത്ര്യ ദിനത്തിലെ ക്വിസിന് 1ാം സ്ഥാനം നേടാനായി എൻ്റെ വീഡിയോ സീരീസ് മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഓരോ അറിവും ചെറുതല്ല എന്നോർത്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏത്? 1721. 1ാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത് ഏത് പേരിൽ? ശിപ്പായി ലഹള. ശിപ്പായി ലഹള നടന്ന വർഷം ഏത്? 1857. ശിപ്പായി ലഹള പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാണ്? മീററ്റ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? മംഗൾ പാണ്ഡെ. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏത്? 1920. ഇന്ത്യയിൽ ആദ്യ വ്യക്തിഗത സമരം നടന്നത് എന്ന്? 1940. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ ആലപിച്ച ഗാനം ഏത്? വരിക വരിക സഹചരേ. വരിക വരിക സഹചരേ എന്ന ഗാനം എഴുതിയത് ആര്? അംശി നാരായണപിള്ള. ഇന്ത്യയിൽ നിയമലംഘനത്തിന് തുടക്കം കുറിച്ച സമരം ഏത്? ഉപ്പു സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് എന്ന്? 1885. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായം എന്ന് വിശേഷിപ്പിക്കുന്ന സംഭവം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന്? 1919. ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന്? ആഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആര്? യൂസഫ് മെഹ്റലി. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ്? 1942 ബോംബെ സമ്മേളനത്തിൽ. ചമ്പാരൻ സമരം ഏത് കർഷകരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീലം കർഷകർ. ജാലിയൻ വാലാബാഗിനെ തുടർന്ന് നടത്തിയ സമരം ഏത്? നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ ആദ്യത്തെ നിയമലംഘനം ഏത്? ഉപ്പു സത്യാഗ്രഹം. 1918 തൊഴിലാളികളുടെ കൂലി വർധനവിനായി സംഘടിപ്പിച്ച സമരം ഏത്? തുണിമിൽ സമരം. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏത്?
1920 കൊൽക്കത്ത സമ്മേളനം. ഏത് സംഭവത്തെ തുടർന്നാണ് നിസ്സഹകരണ സമരം നിർത്തിവെച്ചത്? ചൗരി ചൗര സംഭവം. വന്ദേമാതരം രചിച്ചതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. കേരളത്തിന്റെ ജോവൻ ഓഫ് ആർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? അക്കാമ ചെറിയാൻ. നെഹ്റുവിന്റെ ആത്മകഥയുടെ പേര് എന്ത്? സ്വാതന്ത്ര്യത്തിനരികെ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആര്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചത് എന്ന്? 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനാ ദിനം എന്ന്? നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 26. ഭരണഘടന നിലവിൽ വന്ന ദിവസം ഏത് പേരിലാണ് ആഘോഷിക്കുന്നത്? റിപ്പബ്ലിക് ദിനം. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടതെപ്പോൾ? 1925 ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശന വേളയിൽ. മലബാറിലെ കർഷകരായ മാപ്പിളമാർ നേതൃത്വം നൽകിയ പോരാട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നു? മാപ്പിള ലഹള. ഗാന്ധിജി ആദ്യമായി നെഹ്റുവിനെ കണ്ടതെപ്പോൾ? 1916 ലക്നൗ സമ്മേളനത്തിൽ. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകൻ ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്നത് ഏത് സമരമാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷത വഹിച്ചത്? ബൽഗാം സമ്മേളനം. ഇൻക്വിലാബ് സിന്ദാബാദ് ആരുടെ സംഭാവനയാണ്? ഭഗത് സിംഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെയാണ്? പഞ്ചാബ്. ജാലിയൻ വാലാബാഗ് സമരത്തിൽ വെടിവെപ്പിന് അനുമതി നൽകിയത് ആര്? ജനറൽ ഓഡയർ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഏത്? പ്ലാസി യുദ്ധം. സമ്പൂർണ്ണ സ്വരാജ് ആരുടെ മുദ്രാവാക്യം ആണ്? നെഹ്റു. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആര്? കഴ്സൺ പ്രഭു. കൂട്ടുകാരെ, സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ പാർട്ട് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ആയും രേഖപ്പെടുത്തി എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.